സൂര്യപ്രകാശം വരുമ്പോൾ ഐസ് വിള്ളുന്നതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. അതുപോലെ അടിയിൽ നിന്ന് വെള്ളത്തിൻ്റെ മർദ്ദം നമുക്ക് അനുഭവിക്കാം. അതിൻ്റെ നമ്മൾ പുഴയുടെ നടുക്കാണ്, മുകളിലാണ് കയറി നിൽക്കുന്നുള്ളൊരു ബോധം നമുക്ക് ഇടയ്ക്ക് വരും. അപ്പോഴാണ് നമുക്കൊരു പേടി തോന്നും, ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്നിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നുള്ളത്. ഏകദേശം ഒരു 98 മീഡിയങ്ങളായി. 98ാമത്തെ മീഡിയമാണ് ഈ ഒരു ഐസും കട്ടയിൽ പെയിന്റ് അടിക്കുക എന്ന് പറയുന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. വാക്കുകൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് സംവദിക്കാനാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു കലാകാരൻ അവരുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് സംവദിക്കുന്നത്. ചിലപ്പോൾ ചിത്രങ്ങളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ശില്പങ്ങളായിട്ടായിരിക്കാം. അടുക്കളയിൽ ഇരിക്കുന്ന ചട്ടിയും കൊല്ലവും പാത്രമൊക്കെ ഒരു കട്ടിലുമ്പിൽ നിരത്തി വെച്ചിട്ട് ലാലേട്ടൻ്റെ ഒരു ഫിഗർ ആദ്യമായിട്ട് ചെയ്തൊരു ആടുതോമയുടെ ഗ്ലാസ് വെച്ചിരിക്കുന്ന ഒരു ചിത്രം. ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ ഉള്ളിൽ സൈനികർ നീന്തി തുടിക്കുന്ന ഒരു വലിയ 100 അടി നീളത്തിലുള്ള ആ സ്വിമ്മിംഗ് പൂളിൻ്റെ 6 അടി താഴ്ചയുള്ള അതിൻ്റെ അടിയിലാണ് നമ്മൾ ഈ ഒരു ടൈൽസുകളൊക്കെ നിരത്തിയിട്ടിട്ട് ഒരൊറ്റ ദിവസം രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണിക്ക് തീരുന്ന രീതിയിലും ഒരു ദിവസം മുഴുവൻ മുങ്ങിക്കിടന്നിട്ട് അതിനടിയിൽ ഒരു 50 അടി വലിപ്പത്തിലുള്ള ഒരു വലിയൊരു ചിത്രം. ഒരു കലാകാരനെപ്പോഴും നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കാതെ സമൂഹവുമായിട്ട് നമ്മൾ ഇടപെടുമ്പോഴാണ് നമുക്ക് ഒരു കലാകാരനായിട്ട് മാറാൻ സാധിക്കുന്നത്. അന്ന് ഈ വീടിൻ്റെ ഒക്കെ ചുറ്റും തറയ്ക്കൊപ്പം വെള്ളമായിരുന്നു. കേരളത്തിൻ്റെ ഭാഗത്ത് ഒരു തിരമാലകൾക്കുള്ളിൽ ഒരു വഞ്ചിയിൽ കുറേ മത്സ്യത്തൊഴിലാളികൾ കയറി നിന്ന് കേരളത്തെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നൊരു ശില്പമാണ് ആദ്യം ഉണ്ടാക്കിയത്. അതിനേക്കാൾ ഉപരി എനിക്ക് സന്തോഷം തോന്നിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ശില്പമൊക്കെ ഇരിക്കുന്നത് നിയമസഭയ്ക്കുള്ളിലെ മ്യൂസിയത്തിലാണ്. മനുഷ്യനോട് ചെയ്ത ആ പ്രവൃത്തിയുടെ എന്നോടുള്ള പ്രതിഷേധമായിട്ട് ഒരു കളിമൺ പ്രതിമ ഞാൻ ഒരു 1.5 അടി വലുപ്പത്തിൽ ഒരെണ്ണം ഉണ്ടാക്കിയിരുന്നു. ഹിമാലയത്തിൽ ശിവന്റെ രൂപം വരച്ചത് അത് മുൻകൂട്ടി തീരുമാനിച്ചതാണോ, അല്ലെങ്കിൽ പെട്ടെന്നെടുത്ത തീരുമാനമാണോ? എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വഴികൾ? ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമാണ്, ഒരു ലക്ഷ്യമായിരുന്നു ഈ ഒരു ഐസും കട്ടയിൽ പെയിന്റ് അടിക്കുക എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കുറേ മീഡിയങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ ഏതാണ്ട് ഒരു 100 മീഡിയങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഏകദേശം ഒരു 98 മീഡിയങ്ങളായി. 98ാമത്തെ മീഡിയമാണ് ഈ ഒരു ഐസും കട്ടയിൽ പെയിന്റ് അടിക്കുക എന്ന് പറയുന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നത്. അത് ഈ 10 വർഷം ആയിട്ട് ഞാൻ പലപ്പോഴായിട്ട് ആ ഇൻ്റർവ്യൂവിനും അതുപോലെ തന്നെ പ്രസംഗങ്ങളിലൊക്കെ പറയാറുണ്ട്, അടുത്ത എൻ്റെ ലക്ഷ്യം ഐസും കട്ടയിൽ പോയി പെയിന്റ് അടിക്കുക എന്നാണ്. ഐസും കട്ടയിൽ പെയിന്റ് അടിക്കുക എന്ന് പറയുന്നത് ആളുകൾ കളിയാക്കി പറയുന്നൊരു കാര്യമാണ്. ഐസും കട്ടയെ പെയിന്റ് അടിക്കല്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നൊരു സംഭവമാണ്. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് അതിന് തുനിഞ്ഞ് ഇറങ്ങിക്കൂടാ? അല്ലെങ്കിൽ മാറ്റങ്ങളുടെ കാലമാണ്, തിരുത്തലുകളുടെ കാലമാണ്. എന്തുകൊണ്ട് നമുക്ക് ഐസും കട്ട പെയിന്റ് അടിച്ചുകൂടാന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളത്തിന് മുകളിൽ ഞാൻ പെയിന്റ് അടിച്ചിരുന്നു, ഒരു ചിത്രം വരച്ചിരുന്നു. വെള്ളത്തിന് മുകളിൽ ഈ 98 മീഡിയങ്ങളിൽ വെള്ളത്തിന് മുകളിൽ വരച്ചിരുന്നു, വെള്ളത്തിന് അടിയിൽ പോയിട്ട് വരച്ചിരുന്നു. മണ്ണിലും കല്ലിലും പുല്ലിലും പാടത്തും പറമ്പിലൊക്കെ നമ്മളിങ്ങനെ ചിത്രങ്ങൾ തീർക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഐസും കട്ടയിലും നമുക്ക് പെയിന്റ് അടിച്ചുകൂടാ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഐസും കട്ട പെയിന്റ് അടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു കളിയാക്കി പറയുന്ന ആ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ സംഭവിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അന്തരീക്ഷ വായുവിൻ്റെ താപനിലയുടെ പ്രത്യേകത കൊണ്ടാണ്. കാരണം ഇത് ഐസ് ഉരുകിക്കൊണ്ടിരിക്കും. നമ്മുടെ അന്തരീക്ഷ വായുവിൻ്റെ ചൂട് കൊണ്ട് നമ്മൾ ഐസ് പുറത്തെടുത്ത് വെച്ചാൽ ഉരുകിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും പെയിന്റ് അടിക്കാൻ സാധിക്കുന്നൊരു സംഭവമല്ല. പക്ഷേ നമ്മൾ ഈ ഒരു ഐസും കട്ടയിൽ ഐസ് ഉരുകാത്തൊരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് പെയിന്റ് ചെയ്താൽ നമുക്ക് എന്തുകൊണ്ടത് പെയിന്റ് അടിച്ചുകൂടാ? അപ്പോൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്ന സമയത്താണ് ഈ ഒരു ജമ്മു കാശ്മീരിലെ ലഡാക്കിലെ ലേയിൽ, അവിടെ മഞ്ഞൊക്കെ വീഴുന്ന മലകളിലൊക്കെ നിറച്ച് മഞ്ഞുള്ളൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് നമ്മൾ അവിടുത്തെ പുഴകളും നദികളുമൊക്കെ ആ സമയത്ത് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഇങ്ങനെ ഐസ് കട്ടയായിട്ട് മാറും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ അതിൻ്റെ മുകളിലൂടെ ബൈക്ക് ഓടിക്കുകയും സ്കേറ്റിങ്ങിന് പിള്ളേരൊക്കെ ഇറങ്ങുന്ന ഒരു സമയമാണ് ഈ സമയത്ത്. ഐസ് കട്ട എന്ന് പറയുന്നത് ഒരു 5 അടി കനം വരെ അതിനകത്ത് ഉണ്ടാവും. ഒരു വെള്ളത്തിന് മുകളിൽ, അടിയിൽ വെള്ളം ഉണ്ടാവും, പക്ഷെ മുകളിൽ ഐസ് കട്ടയായിരിക്കും. അതിങ്ങനെ പാറ പോലെ ഉറച്ചു കിടക്കുന്നൊരു സംഭവമായിരിക്കും. അവിടുത്തെ തടാകങ്ങളും നദികളും
പുഴകളും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള അതിൻ്റെ മുകളിൽ കൂടെ നടന്ന് പോകാം, വണ്ടി ഓടിക്കാം ഒക്കെ അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒരു പരിധി വരെ ഒരു സമയമുണ്ട് അതിന്, കൃത്യസമയം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഫെബ്രുവരി 15 പകുതിയോടുകൂടി തന്നെ ഈ ഐസൊക്കെ ഉരുകാൻ തുടങ്ങും, ഈ മഞ്ഞൊക്കെ ഉരുകി വെള്ളമാകാൻ തുടങ്ങും, പഴയ പോലെ തന്നെ പുഴയായിട്ട് ഒഴുകുകയും ചെയ്യും. അപ്പോൾ അതിന് ഈ നിശ്ചിത സമയം, ഇപ്പോൾ ഫെബ്രുവരി 15-നാണ് ഞാൻ ഈ മഹാദേവൻ്റെ ചിത്രം വരയ്ക്കാനായിട്ട് ലഡാക്കിൽ പോകുന്നത്. അവിടെ ലേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പട്ടാളക്കാരുടെ ഒക്കെ സഹായത്തോടെ അവിടുത്തെ പോലീസിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ് നമ്മളവിടെ ഒരു പുഴയുടെ ഒരു പ്രദേശത്തെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശത്ത് പോയിട്ട് അതിന് മുകളിലൊരു മഹാദേവൻ്റെ ഒരു വലിയ ചിത്രം ചെയ്തത്. അത് ഒരു 30 അടി വലുപ്പത്തിലൊക്കെ ചെയ്യാമെന്ന് കരുതിയാണ് പോയത്. പക്ഷെ അവിടുത്തെ ആ പ്രദേശത്തിൻ്റെ വെള്ളം കെട്ടി നിൽക്കുന്ന ഐസ് കട്ടയുടെ പ്രദേശത്തിൻ്റെ വലുപ്പം കണ്ടപ്പോൾ കുറച്ച് വലുതാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് 70 അടി വലുപ്പത്തിലാണ് നമ്മൾ ഈ ശിവഭഗവാന്റെ ഒരു ചിത്രം ഈ ഒരു ഐസ് കട്ടയുടെ മുകളിൽ നമ്മൾ സാധാരണ വീടുകൾക്കൊക്കെ അടിക്കുന്ന എമൽഷൻ പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ചിത്രം ചെയ്തിരിക്കുന്നത്. അപ്പം അത് എന്താ പറയുക, അതൊരു നമ്മൾ നേരത്തെ പരീക്ഷിച്ച് നോക്കിയിട്ടല്ല, നമ്മൾ ചെയ്ത് ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്, നമ്മൾ ചെയ്ത് പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് പല പെയിൻറ്റുകളും അവിടെ കിട്ടുന്ന പെയിൻറ്റുകളൊക്കെ മേടിച്ച് നമ്മൾ സ്പ്രേ ബോട്ടിൽ വാങ്ങി, കളർ പൗഡറുകൾ വാങ്ങി, ഇനാമൽ പെയിൻറ്റ് വാങ്ങി, എമൽഷൻ പെയിൻറ്റ് വാങ്ങി, അങ്ങനെ പല പെയിൻറ്റും നമ്മൾ പരീക്ഷിച്ച് നോക്കി. അവസാനം നമ്മൾ ഈ ഒരു എമൽഷൻ പെയിൻ്റാണ് കൃത്യമായി അവിടുത്തെ ഒരു തണുപ്പിൽ, അവിടെ എന്ന് പറഞ്ഞാൽ വളരെയധികം -20 ഡിഗ്രി 12 ഡിഗ്രിയൊക്കെ ഉള്ള, പകൽ 12 ഡിഗ്രിയും രാത്രി 20 ഡിഗ്രിയൊക്കെ, അതിന് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെല്ലുന്ന സമയം മഞ്ഞ് കുറഞ്ഞ് ഐസ് ഒരുങ്ങുന്നൊരു സമയമായതുകൊണ്ട് പകൽ 12 ഡിഗ്രിയും രാത്രി 20 ഡിഗ്രിയാണ് അവിടെ കാലാവസ്ഥ. നമ്മളൊരു മൂന്നാല് ഡ്രസ്സ് ഇട്ടിട്ടാണ്, നമുക്ക് തെർമൽ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടാണ് നമ്മളവിടെ പോകുന്നത് തന്നെ. നമ്മുടെ മുഖം മാത്രമേ കാണുള്ളൂ, ബാക്കിയുള്ള എല്ലാ ഗ്ലൗസും ഷൂവും മൊത്തം തൊപ്പിയൊക്കെ വെച്ചിട്ട് മൊത്തം കവർ ചെയ്തിട്ടാണ് നമുക്ക് അവിടെ നടക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ ഓക്സിജൻ ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്ക് 2 അടി നടക്കുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടും. അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ തണുപ്പ് സഹിച്ചുകൊണ്ട് നമ്മൾ ഈ ഐസ് കട്ടയുടെ മുകളിൽ നിന്നിട്ട് ആ ഒരു ചിത്രം ചെയ്തത്. നമുക്കവിടെ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പടപടാ ഐസ് ഇങ്ങനെ വിള്ളുന്നതിൻ്റെയൊക്കെ ശബ്ദം നമുക്ക് കേൾക്കാം. ഈ സൂര്യപ്രകാശം വരുമ്പോൾ ഐസ് വിള്ളുന്നതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. അതുപോലെ അടിയിൽ നിന്ന് വെള്ളത്തിൻ്റെ മർദ്ദം നമുക്ക് അനുഭവിക്കാം. അതിൻ്റെ നമ്മൾ പുഴയുടെ നടുക്കാണ്, മുകളിലാണ് കയറി നിൽക്കുന്നുള്ളൊരു ബോധം നമുക്ക് ഇടയ്ക്ക് വരും. അപ്പോഴാണ് നമുക്കൊരു പേടി തോന്നും, ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്നിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നുള്ളത്. അവിടെ കുറച്ച് മഞ്ഞൊക്കെ അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു, അതൊക്കെ വടിച്ച് തുടച്ച് മാറ്റിയതിന് ശേഷമാണ് ഒരു 70 അടി സ്പേസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ചിത്രം എമൽഷൻ പെയിൻറ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ മകനുണ്ടായിരുന്നു, അതുപോലെ തന്നെ അതൊരു കൈലാസം പ്രൊജക്റ്റിൻ്റെ അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സഹായത്തും കൊണ്ടാണ് നമ്മൾ, പട്ടാളക്കാരനുണ്ടായിരുന്നു, ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ഞങ്ങളൊരു 5 പേരാണ് ആ ഒരു ചിത്രം ചെയ്യാനായിട്ട്. ക്യാമറാമാൻ സിംബാദ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നാണ് നമ്മളെ ഒരു 6 മണിക്കൂർ കൊണ്ട് നമ്മളെ ഒരു വലിയ ചിത്രം തീർത്തെടുത്തത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളർഫുള്ളായിട്ടുള്ളൊരു ഇങ്ങനൊരു ചിത്രം ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല. അത് നമുക്ക് സ്വന്തം എന്ന് പറയാം. പക്ഷേ ഞാൻ ഈ ഐസിൻ്റെ ചിത്രം ചെയ്ത് കഴിഞ്ഞ് നാട്ടിലെത്തിയതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു, ലോകത്തിൽ വേറൊരാൾ ഐസും കട്ടയിൽ പെയിൻറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, റോബർട്ട് പൊക്കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ ഐഡിയിൽ ഞാൻ കയറിപ്പോയി നോക്കി. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം 2019 മുതൽ ഐസിന് മുകളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. പക്ഷെ അവിടെ എനിക്കൊരു ആശ്വാസം കിട്ടിയത്, അദ്ദേഹം ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ്. ഒരു കളർ ചിത്രം പോലും അദ്ദേഹം ചെയ്തിട്ടില്ല ഐസിൻ്റെ പുറത്ത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം ലോകത്തിലെ ആദ്യത്തെ കളർഫുൾ ചിത്രം ഐസും കട്ടയുടെ മുകളിൽ ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് വേണമെങ്കിൽ അഭിമാനത്തോടുകൂടി സംസാരിക്കാം. പക്ഷേ നമ്മളൊരു റെക്കോർഡിന് വേണ്ടിയിട്ടൊന്നും വേണ്ടിയിട്ടല്ല നമ്മളത് ചെയ്തത്. നമ്മളിതിന് റെക്കോർഡിൻ്റെ പുറകിലും നടക്കാറില്ല. ഇത് നമ്മൾ റെക്കോർഡിക്കലാക്കിയിട്ടുമില്ല. കാരണം ഇത് നാളെ ചിലപ്പോൾ വേറെ ആരെങ്കിലും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡോ അല്ലെങ്കിൽ റെക്കോർഡിക്കലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ പേരിലായിരിക്കാം ആളുകൾ അറിയപ്പെടുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ChatGPTയിലോ ജെമിനിയിലോ ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ തന്നെ നമ്മളുടെ ഈ വർക്ക് നമുക്ക് കിട്ടുന്നുള്ളൊരു അവസ്ഥ വരെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സന്തോഷം. ഈ ഒരു വർക്ക് പൂർത്തിയായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു?
ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ജനവാസ കേന്ദ്രത്തിലല്ല ഞാൻ ആ ചിത്രം ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ആ പ്രദേശത്ത് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഒരു വലിയ മല, 2 മലകളുടെ നടുവിലാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മല ഇറങ്ങി, റോഡ് പോലും ഇല്ല അങ്ങോട്ട്, ഒരു മല ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഈ ഒരു ഐസ് കട്ട പ്രദേശം നോക്കി അന്വേഷിച്ച് നടന്നിരുന്നു. പക്ഷെ പല സ്ഥലങ്ങളിലും ഐസ് ഉരുകി വെള്ളമായി തീർന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റിയൊരു സ്ഥലം കിട്ടിയിരുന്നില്ല. അവസാനമായി കിട്ടിയത് ഈ ഒരു ജനവാസ കേന്ദ്രമല്ലാത്തൊരു സ്ഥലത്തായിരുന്നു. പക്ഷെ ഇത് വീഡിയോയിലൂടെ മറ്റുള്ളവർ കണ്ടതിന് ശേഷമാണ് അതിന്റെ പ്രതികരണങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഹിമാലയവും ശിവനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പോൾ ആ ഒരു പ്രത്യേക സ്ഥലത്തു നിന്ന് ഈ ഒരു ചിത്രം വരച്ചതിന് ശേഷം ഒരു ആർട്ടിസ്റ്റ് എന്നതിലുപരി വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അനുഭൂതി ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ഐസുംകട്ടയിൽ പെയിന്റ് അടിക്കണം എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് പൈസ ചിലവുള്ള ഒരു കാര്യമാണ്. കാരണം അവിടെ പോയിട്ട് നമുക്കത് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പൈസ ചിലവുള്ള കാര്യമായിരുന്നു. പക്ഷെ അതിന് സഹായിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒരു സപ്പോർട്ട് ചെയ്യാനോ ഒരാളുണ്ടായിരുന്നില്ല. പലപ്പോഴും പലരോടും പറഞ്ഞെങ്കിൽ പോലും നമുക്കത് പലരും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പക്ഷെ അവസാനം ഒരു ആശ്രമത്തിന്റെ ഒരു കൈലാസം എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്, ഒരു സ്വാമിയാണ്, ഒരു ആചാര്യ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹമാണ് നമ്മളോട് പറഞ്ഞത് നമുക്കിത് ചെയ്യാം എന്നുള്ളത്. അങ്ങനെയാണ് അദ്ദേഹത്തിനെയും കൂട്ടിപ്പോയിട്ട് ഞാൻ ഈ ഒരു വർക്ക് അവിടെ ചെയ്യുന്നത്, ലേയിൽ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സഹായത്തോടു കൂടി തന്നെയാണ് സത്യം പറഞ്ഞ ഒരു വർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതൊരു വലിയൊരു അനുഭൂതി തന്നെയായിരുന്നു. കാരണം അത് നമുക്കങ്ങനെ എന്താ പറയുക, ലോകത്തിൽ കളർഫുൾ ആയിട്ടുള്ള ഒരു ചിത്രം തീർക്കാൻ പറ്റി, അതും പലരും കളിയാക്കി പറയുന്ന ഐസുംകട്ടയിൽ പെയിന്റ് അടിക്കാൻ പറ്റി എന്നുള്ളൊരു വലിയൊരു സന്തോഷം നമുക്കുണ്ടല്ലോ ഇപ്പോഴും. ഇന്ത്യൻ ആർമിയുടെ ഒക്കെ ബഹുമതി കിട്ടിയിട്ടുണ്ടല്ലോ, അത് എങ്ങനെയായിരുന്നു? അത് വെള്ളത്തിനടിയിൽ പോയിട്ട് ഒരു ചിത്രം ഞാൻ ചെയ്തിരുന്നു. നമ്മൾ എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങളും വ്യത്യസ്തമായിട്ടുള്ള രീതികളും, ഇപ്പോൾ ഐസുംകട്ടയിൽ ഐസിന്റെ മുകളിൽ ചെയ്താണ് പ്രധാനം. പക്ഷെ മീഡിയം അല്ല, ശരിക്കും മീഡിയം നമ്മൾ എമൽഷൻ പെയിന്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ വെള്ളത്തിന് മുകളിൽ ഞാനൊരു ചിത്രം ചെയ്തിരുന്നു. അത് ഒരു കമൽഹാസന്റെ ചിത്രമായിരുന്നു വെള്ളത്തിന് മുകളിൽ ചെയ്തത്. അത് ഒരു യൂട്യൂബേഴ്സിന്റെ മീറ്റായിരുന്നു. അന്ന് വെള്ളത്തിന് മുകളിൽ നമ്മൾ പൊന്തിക്കിടക്കുന്ന സാധനങ്ങളാണ് നമുക്ക് ചിത്രങ്ങളായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ വെള്ളത്തിന് മുകളിൽ നമ്മൾ പൊന്തിക്കിടക്കുന്ന ഈ കുട്ടികൾ കളിക്കാനും ക്രാഫ്റ്റ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ് ഒരു പേപ്പർ ഉണ്ട്, ഫോം ഷീറ്റ്. പല കളറിലൊരു 10 കളറിലൊക്കെ നമുക്കത് കിട്ടും. ആ ഫോം ഷീറ്റ് കട്ട് ചെയ്തും അതങ്ങനെ തന്നെ സ്റ്റാപ്ലയർ അടിച്ചിട്ടാണ് വെള്ളത്തിൻ്റെ മുകളിൽ ഒരു കമലഹാസന്റെ ചിത്രം ഒരു 50 അടി വലുപ്പത്തിൽ നമ്മൾ ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു യൂട്യൂബർ, തിരുവനന്തപുരത്തുള്ളൊരു യൂട്യൂബർ എന്നോട് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ വെള്ളത്തിൻ്റെ മുകളിലല്ലേ ചിത്രം ചെയ്തത്, വെള്ളത്തിനടിയിൽ പോയിട്ടൊരു ചിത്രം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ തേടി നടക്കുന്നതുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തിരുവനന്തപുരത്തുള്ള അവിടെ ഒരു സ്കൂബ ഡൈവിങ് കോവളത്ത് കടലിനടിയിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുപോയിട്ട് കടലിനടിയിലെ കാഴ്ചകൾ കാണിക്കുന്ന ഒരാളാണ്, ഒരു ജാക്സൺ എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹമാണ് എന്നോട് ഈ ചോദ്യം ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ 2-3 ദിവസം അവിടെ തിരുവനന്തപുരത്ത് പോയിട്ട് സ്കൂബ ഡൈവിങ് അവരുടെ അടുത്ത് നിന്ന് പഠിക്കുന്നത്. കാരണം നമുക്ക് ഓൺ എയറിൽ നിന്ന് ചെയ്യുന്ന പോലെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല നമ്മൾ വെള്ളത്തിനടിയിൽ പോയിട്ട് ചെയ്യാന്ന് പറയുന്നത്. അതിന് നമ്മൾ പ്രത്യേകമായിട്ട് അതിൻ്റെ സ്കൂബ ഡൈവിങ് പഠിക്കണം. നമ്മൾ വെള്ളത്തിനടിയിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്നത് ആദ്യം. അപ്പോൾ അതിന് പുറത്ത് ഓക്സിജൻ സിലിണ്ടർ ഫിറ്റ് ചെയ്യും, മുഖത്ത് ഓരോ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വെള്ളത്തിനടിയിൽ, അവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂളിൽ ആദ്യം നമ്മൾ വെള്ളത്തിനടിയിൽ പോയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കി, നടക്കുകയില്ലെന്ന് അറിയുന്നവരും. അപ്പോൾ അങ്ങനെ പരീക്ഷിച്ച് നമ്മൾ ഒരുവിധം സക്സസ് ആണെന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ ടൈൽസുകൾ വെച്ചിട്ട് ഈ ചിത്രം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. വെള്ളത്തിനടിയിൽ കിടക്കണമെങ്കിൽ ടൈൽസ് വേണം. നേരത്തെ നമ്മൾ ഫോം ഷീറ്റ് ഉപയോഗിച്ചത് വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കാനാണെങ്കിൽ നമ്മൾ വെള്ളത്തിനടിയിൽ വെയിറ്റോടുകൂടി താന്ന് കിടന്നാലാണ് അടിയിൽ ചിത്രം നമുക്ക് ചെയ്യാൻ സാധിക്കുക. അങ്ങനെയാണ് കാർഗിൽ ഡേ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു വർഷത്തെ കാർഗിൽ ഡേക്ക് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ ഉള്ളിൽ സൈനികർ നീന്തി തുടിക്കുന്ന ഒരു വലിയ 100 അടി നീളത്തിലുള്ള ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂളിൻ്റെ 6 അടി താഴ്ചയുള്ള അതിൻ്റെ അടിയിലാണ് നമ്മൾ ഈ ഒരു ടൈൽസുകളൊക്കെ നിരത്തിയിട്ടിട്ട് കാർഗിൽ യുദ്ധത്തിൽ പരമവീരവൃത്തി മരിച്ച
നമ്മളുടെ വിക്രം ബത്ര എന്ന് പറയുന്ന ആ സൈനികൻ്റെ ചിത്രം നമ്മൾ പട്ടാളക്കാരെ സാക്ഷി നിർത്തിയിട്ട് കുറേ സ്കൂബ ഡൈവേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി നമ്മൾ ടൈൽസുകൾ കുറേ തിരുവനന്തപുരത്തുള്ള കുറേ കടകളിൽ നിന്ന് പലതരം കളറുകളുള്ള ടൈൽസുകൾ വാങ്ങിക്കൊണ്ട് വന്ന് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് ഒരൊറ്റ ദിവസം രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണിക്ക് തീരുന്ന രീതിയിലും ഒരു ദിവസം മുഴുവൻ മുങ്ങിക്കിടന്നിട്ട് അതിനടിയിൽ ഒരു 50 അടി വലിപ്പത്തിലുള്ളൊരു വലിയൊരു ചിത്രം നമ്മൾ ചെയ്തത്. ശരിക്കും അത് എന്താ പറയുക, നമ്മൾ പുറത്ത് നമ്മൾ കാണുന്ന പോലെയല്ല വെള്ളത്തിനടിയിലെ കാഴ്ച എന്ന് പറയുന്നത്. ഒരു കണ്ണുകൾ നമ്മുടെ ലെൻസ് പോലെ പ്രവർത്തിക്കും. നമ്മൾ ചിലപ്പോൾ ആണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അടുത്തായിരിക്കില്ല, കുറച്ച് അകലായിരിക്കും. നമ്മൾ ഒരടി ടൈൽസും കൊണ്ട് വെള്ളത്തിനടിയിൽ പോയാൽ ചിലപ്പോൾ ഒരു 2 അടി വലിപ്പമുള്ളൊരു വലിയ ടൈൽസായിട്ട് നമുക്ക് തോന്നും. അപ്പം അത്രയും കാഴ്ചയ്ക്ക് വ്യത്യാസമുള്ളൊരു ഇതാണ്. പിന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അടുത്തുള്ള സ്കൂബ ഡൈവേഴ്സിനോട് നമുക്ക് ഈ ടൈൽസ് കൊണ്ടുവരാനൊക്കെ ആംഗ്യ ഭാഷയിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് വെള്ളത്തിനടിയിലുണ്ട്. പക്ഷേ നമ്മളത് എല്ലാ ബുദ്ധിമുട്ടുകളിലും അതിജീവിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ വെള്ളത്തിനടിയിൽ 50 അടി വലുപ്പത്തിലായി ഒരു ചിത്രം തീർത്തു. പട്ടാളക്കാർക്ക് ഭയങ്കര സന്തോഷമായി. അവിടുത്തെ ബ്രിഗേഡിയർ എനിക്ക് എക്സലൻസ് അവാർഡ്, അതായത് വെങ്കല മെഡൽ, ഇന്ത്യൻ ആർമിയുടെ ഒരു വെങ്കല മെഡൽ ആദ്യമായിട്ട് എനിക്ക് അന്നാണ് കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ബഹുമതി, മറ്റുള്ള സമ്മാനങ്ങളെക്കാൾ ഒരു ബഹുമതിയായിട്ടുള്ളൊരു കാര്യം ഇന്ത്യൻ ആർമിയുടെ വെങ്കല മെഡൽ കിട്ടിയ ഒരു കാര്യമാണ്. അന്ന് അതിന് വേൾഡ് റെക്കോർഡും കിട്ടിയിരുന്നു ആ ഒരു വെള്ളത്തിനടിയിൽ ചെയ്തിട്ടുള്ള ആ ചിത്രത്തിന്. അപ്പം അതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ആ ഒരു വെള്ളത്തിനടിയിൽ നമുക്കൊരു ചിത്രം ഇത് എനിക്ക് ചെയ്യാനുള്ളൊരു പ്രേരണ ലഭിച്ചത് ദുബായിൽ നിന്നാണ്. കാരണം ഞാൻ 2 വർഷത്തോളം ദുബായിലുണ്ടായിരുന്നു. ആ സമയത്ത് വേൾഡ് ആർട്ടിന് ഞാൻ പങ്കെടുത്തിരുന്നു. 2022 വേൾഡ് ആർട്ട് എന്ന് പറയുന്നത്, വേൾഡ് ആർട്ട് ശരിക്കും നടക്കുന്നത് അവിടുത്തെ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ്. ആ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ശരിക്കും 50 രാജ്യങ്ങൾ, ലോകത്തുള്ള 50 രാജ്യങ്ങളിലെ 600ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഏതാണ്ട് 40,000 സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്ന വലിയൊരു എക്സിബിഷനാണ്. ആ എക്സിബിഷൻ കാണുന്നത് തന്നെ നമുക്ക് ഭയങ്കര അറിവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ 50 കലാകാരന്മാരുടെ പുതിയ സൃഷ്ടികൾ വരുന്നൊരു സമയമാണ്. ആ സമയത്ത് നമുക്കിതെല്ലാം, അവരുടെ ഭാവനകൾ, അവരുടെ ചിന്തകൾ, ഇതെല്ലാം നമുക്ക് നേരിട്ട് കാണാം. ഒപ്പം ഞാൻ ചെയ്തിട്ടുള്ളൊരു 8 ഇൻസ്റ്റലേഷൻസ് അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. 2022 അവർ തിരഞ്ഞെടുത്തൊരു 10 പേരിൽ 7ാം സ്ഥാനം എനിക്ക് കിട്ടി. അതൊരു വലിയൊരു ഇതായി. ആ ഒരു എക്സിബിഷൻ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലെ ഒരു പെൺകുട്ടി അവിടെ ഒരു എന്താ പറയുക പ്രസൻറ്റേഷൻ നടത്തിയിരുന്നു. ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, LED വാർഡിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ട് ഒരു പ്രസൻറ്റേഷൻ അവിടെ അവതരിപ്പിച്ചിരുന്നു. അത് ആ പെൺകുട്ടി കടലിനടിയിൽ പോയിട്ട് സ്കൂബ ഡൈവിംഗ് ഒക്കെ പഠിച്ച് ഒരു ക്യാൻവാസ് വെച്ചിട്ട് അതിനകത്ത് കുറേ പേസ്റ്റ് പോലുള്ള പെയിൻ്റൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു ചിത്രം വരയ്ക്കുന്നത് കണ്ടു. യൂട്യൂബിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്താൽ കാണാം. ആ ലേഡി മാത്രമേ ഞാൻ അന്ന് അങ്ങനെ ചെയ്തതായിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നീട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ വേറെ ആരും അങ്ങനെ ചെയ്തതായിട്ട് കണ്ടില്ല. ആ സമയത്ത് 2022 ഈ പെൺകുട്ടിയാണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ അവിടെ കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അത് കണ്ടപ്പോൾ നമുക്കൊരു പ്രചോദനമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. വെള്ളത്തിനടിയിൽ പോയിട്ട് പോലും ഒരു ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു. അങ്ങനെയാണ് ഈ ഒരു പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ അകത്ത് ആ ഒരു ഓഫർ വന്നപ്പോൾ ഞാനത് ചെയ്യുകയും ചെയ്തത്. അതൊരു സക്സസ് ആക്കി മാറ്റുകയും ചെയ്തത്. അതൊക്കെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളാണ്. കാരണം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മീഡിയങ്ങൾ ചെയ്യാൻ നടക്കും. നമുക്ക് ഈ ഒരു ഐസും കട്ട പെയിൻ്റ് അടിക്കലും ഈ വെള്ളത്തിനടിയിൽ പോയിട്ട് ഈ ചിത്രം വരയ്ക്കലൊക്കെ ഒരു അത്ഭുതമായിട്ടുള്ളൊരു ഇതായിട്ടാണ് ഞാൻ കരുതുന്നത്. മോഹൻലാലിന് നൂൽചിത്രത്തിൻ്റെ ശില്പം കൊടുക്കുമ്പോൾ ചേട്ടന് 17 വയസ്സായിരുന്നല്ലോ പ്രായം. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു അനുഭവം പങ്കുവെക്കാമോ? അന്ന് നമ്മൾ ഈ സിനിമാ നടന്മാർ, ചെറിയ പ്രായമാണ്, 18 വയസ്സുള്ള സമയമാണ്. ആ സമയത്ത് സിനിമാ നടന്മാരൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ആദ്യമായിട്ട് ആണ് ഈ ലാലേട്ടനെ കാണാനായിട്ട് ഒരു ശ്രമം നടത്തിയത്. കാരണം ഞാൻ മരത്തിൽ ഒരു തേക്കിൻ്റെ ഒരു പലകയുടെ മുകളിൽ ലാലേട്ടൻ്റെ ഒരു മുഖം കൊത്തിയുണ്ടാക്കി. അത് നമ്മളുടെ അടുത്തുള്ളൊരു സംവിധായകനാണ് കമൽ സാറിനോട് ചെന്ന് വിവരം പറഞ്ഞു, ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ട്, എനിക്കൊന്ന് അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അറിഞ്ഞിങ്ങനെ അഗ്നിദേവൻ്റെ ഷൂട്ടിങ് ഗുരുവായൂർ അമ്പലത്തിനടുത്ത് വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രിൻസ് ഹോട്ടലിൽ എങ്ങാണ്ടാണ് അദ്ദേഹം താമസിക്കുന്നത്, ഞാനൊരു ലെറ്റർ തരാം, കൊണ്ടുപോയി സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്ററും വാങ്ങിയിട്ടാണ് ഞാൻ ഈ ഒരു മരത്തിൽ കൊത്തിയ ലാലേട്ടൻ്റെ മുഖവുമായിട്ട് ആദ്യമായി ഒരു സിനിമാ താരത്തെ കാണാൻ പോകുന്നത്.
അദ്ദേഹം വളരെയധികം സ്വീകരിക്കുകയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പോന്നു. പക്ഷെ നമ്മളെ എല്ലാവരും ഇപ്പോൾ മമ്മൂട്ടിയെയും അതുപോലെ തന്നെ ഒരു മരത്തിൽ കൊത്തി ഉണ്ടാക്കിയിട്ട് അഴകിയ രാവണൻ്റെ, കമൽ സാറിൻ്റെ തന്നെ അഴകിയ രാവണൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ യേശുദാസിന് ഇപ്പോൾ ഏറ്റവും സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള മമ്മൂട്ടിക്കും മോഹൻലാലിനും നമ്മളത് മരത്തിൽ കൊത്തി ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ നമ്മളെ ഗാനഗന്ധർവൻ യേശുദാസിന് ഒരെണ്ണം മരത്തിൽ അർദ്ധ ഗായപ്രതിമ പോലെ മരത്തിൽ കൊത്തി ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിനും ഒരെണ്ണം കൊടുത്തു. പിന്നെ തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള രജനീകാന്തിൻ്റെ ഒരു ചിത്രം, അത് 18 വയസ്സ് ഉള്ള സമയത്താണ് ഈ രജനീകാന്തിനെ കാണാനായിട്ട് മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ പോയസ് ഗാർഡനിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ കാർ പോർച്ചിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ശില്പം ഞാൻ അദ്ദേഹത്തിന് കൈമാറുന്നത്. അങ്ങനെ നമ്മൾ കുറേ പേര് നമുക്ക് അങ്ങനെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ മരത്തിൽ കൊത്തിയുണ്ട്. കലാഭവൻ മണി, അതുപോലെ തന്നെ ജഗതി ശ്രീകുമാർ, അതുപോലെ കുറേ പേര്. പിന്നെ നൂൽ ചിത്രങ്ങൾ ഈ മരത്തിൽ കൊത്തിയത് മാത്രമല്ല, ഇത്തരം വെറൈറ്റി ഇപ്പം അന്ന് ആ സമയത്തൊന്നും ജീവിച്ചിരിക്കുന്ന ആളുകളെ മരത്തിൽ കൊത്തിയതായിട്ട് ആരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഉള്ളം നൂലുകൾ ഉപയോഗിച്ചിട്ടാണ് രണ്ടാമത് ഞാനൊരു ചിത്രം ചെയ്യാൻ തുടങ്ങി. ഈ ഉള്ളം നൂല് ശരിക്കും പറഞ്ഞാൽ നൂലുകളുടെ കളറിൽ ഒരു ചിത്രം, എംബ്രോയിഡറി ചിത്രങ്ങളൊക്കെ പോലെ തന്നെ നൂലുകളുടെ കളറിൽ കാണുന്ന ചിത്രം. അന്നത്തെ കാലത്ത് ഒരു 10-30 വർഷത്തിന് മുമ്പുള്ളൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് എംബ്രോയിഡറി പോലും അങ്ങനെ നമ്മളധികം കണ്ടിട്ട് പോലുമില്ല. എംബ്രോയിഡറിയിൽ അങ്ങനെ നൂലുകൾ കൊണ്ട് ചിത്രങ്ങൾ അങ്ങനെ അധികം പോലും കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ആ സമയത്ത് ഉള്ള നൂല് ഉപയോഗിച്ചിട്ട് ഫെവിക്കോൾ വെച്ച് ബോർഡിൽ ഒട്ടിച്ച് ഒരു ചിത്രമാക്കി മാറ്റുകയാണ്. നമ്മൾ പെയിൻറ്റോ ബ്രഷോ ഒന്നും തൊടാതെ ഒരു താരങ്ങളുടെ ചിത്രങ്ങൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി. അതുപോലെ മമ്മൂട്ടിക്കും മോഹൻലാലിനും അതുപോലെ മാതാമൃതാനന്ദമയി അമ്മയ്ക്കും അങ്ങനെ കുറേ ആളുകൾക്കൊക്കെ ഞാൻ ഈ ദിലീപ് മഞ്ജുവാരുടെ കല്യാണത്തിന് താജ് ഹോട്ടൽ എറണാകുളത്ത് താജ് റെസിഡൻസിൽ വെച്ചിട്ട് നമ്മളവിടെ വെച്ചും അവർക്ക് കൈമാറി. അതുപോലെ തന്നെ ജഗതി ശ്രീകുമാറിന്, കലാഭവൻ മണിക്ക്, അങ്ങനെ കുറേ പേർക്ക് നമുക്ക് ഇത്തരത്തിൽ നൂൽ ചിത്രങ്ങൾ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം മുതലേ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങൾ പലതും ചെയ്തു പോന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത ഒരു 5-8 വർഷത്തിനുള്ളിലാണ് ഈ മീഡിയങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി, വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. പെയിന്റിംഗ് വർക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൻ്റെ മുൻകരുതലുകൾ എന്തൊക്കെയാണ്? സാധാരണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാർ ആദ്യം ചെയ്യുന്നത് പെൻസിലിൽ വരയ്ക്കുക, പിന്നെ വാട്ടർ കളറിൽ വരയ്ക്കുക, അതുപോലെ തന്നെ അക്രലിക്കിൽ ചെയ്യുക. പിന്നെ നിരവധി മീഡിയങ്ങൾ കലാകാരന്മാർ ഉപയോഗിക്കുന്ന നിരവധി മീഡിയങ്ങൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനാമൽ പെയിൻറ്റിങ്ങിലാണ് ഞാൻ കൂടുതലായിട്ട് വരയ്ക്കാൻ തുടങ്ങിയത്. ഇനാമൽ പെയിൻറ്റ് ചെയ്തിട്ട് എൻ്റെ ജ്യേഷ്ഠൻ ആർട്ടിസ്റ്റാണ്, ഡാവിഞ്ചി ഉണ്ണികൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് ഈ ഒരു ഡാവിഞ്ചി എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് ഡാവിഞ്ചി എന്ന്, സ്റ്റുഡിയോൻ്റെ പേരാണ്. അതിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കും ആ ഡാവിഞ്ചി എന്നുള്ള പേര് വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെയാണ് ആ പേര് വരുന്നത്. അപ്പോൾ ഇനാമൽ പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റോട്ടിലൊക്കെ നോക്കിയാൽ കാണാം ഒരുപാട് ഫ്ലെക്സ് ബോർഡുകളും പല ആളുകളുടെ തലകളും ഒക്കെ നമ്മളിങ്ങനെ കാണാം. പക്ഷെ മുൻപെന്ന് പറയുന്നത് ഈ ഹോർഡിങ്ങുകളിലൊക്കെ ചിത്രം വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളൂ. ഈ ഫ്ലെക്സ് ഇറങ്ങുന്നതിന് മുമ്പ് മതിലുകളിലും ചുവരുകളിലും ഒക്കെ നമ്മളിങ്ങനെ വലിയ ചിത്രങ്ങൾ മുള കെട്ടിയിട്ട്, വലിയ ബോർഡുകളിലൊക്കെ മുള കെട്ടിയിട്ട് അതിന് മുകളിൽ ഇനാമൽ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ പെയിൻറ്റിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല മീഡിയങ്ങളും പണ്ടേ മുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരുപാട് മീഡിയങ്ങൾ, 10-30 മീഡിയങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ മീഡിയങ്ങൾ തേടാൻ തുടങ്ങി. അപ്പോഴാണ് അടുക്കളയിലിരിക്കുന്ന ചട്ടിയും കലവും, വീട്ടിൽ തന്നെ നമ്മൾ ഓരോ മീഡിയങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. അടുക്കളയിലിരിക്കുന്ന ചട്ടിയും കലവും പാത്രമൊക്കെ ഒരു കട്ടിലുമ്മൽ നിരത്തി വെച്ചിട്ട് ലാലേട്ടൻ്റെ ഒരു ഫിഗർ ആദ്യമായിട്ട് ചെയ്തൊരു ആടുതോമയുടെ ഗ്ലാസ് വെച്ചിരിക്കുന്ന ഒരു ചിത്രം. അപ്പോൾ അത് ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് നമുക്കത് ആ ചിത്രം ലാലേട്ടനായിട്ട് തോന്നാം. വേറെ സൈഡിലൊക്കെ നോക്കുമ്പോൾ അത് കുറേ പാത്രങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്നും ഒരു ഇല്യൂഷൻ വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു 3D ഇല്യൂഷൻ വർക്ക്. ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കതൊരു ചിത്രമായിട്ട് തോന്നുന്ന രീതിയിലാണ് ഈ പാത്രങ്ങൾ അടുക്കി വെച്ച് ചെയ്തത്. അതുപോലെ തന്നെ വിറകുകൾ വെച്ചിട്ട് പൃഥ്വിരാജിൻ്റെ ഒരു ചിത്രം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന വിറകുകളൊക്കെ. ഇപ്പോൾ എന്തിനു പറയുന്നത്, നമ്മൾ ഉറുമ്പിനെ കൊണ്ടുവരെ, ഉറുമ്പുകളെ കൊണ്ടുവരെ ചിത്രം ചെയ്തിട്ടുണ്ട്. ഉറുമ്പിൻ്റെ ചിത്രം എൻ്റെ ചിത്രം തന്നെയാണ് ഞാൻ ചെയ്തത്. ഇവിടെ മതിലിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഉറുമ്പിൻ്റെ കൂടുകൾ കണ്ടു. അതിൽ കുറേ ഉറുമ്പുകൾ, ഇങ്ങനെ കറുത്തുറുമ്പുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഉറുമ്പുകളെ കൊണ്ടൊരു ചിത്രം ചെയ്യിച്ചാലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ തന്നെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ഈ തേനും പഞ്ചസാര ലായനിയൊക്കെ വെച്ചിട്ട് ബ്രഷിൽ ആദ്യം എൻ്റെ ഒരു ചിത്രങ്ങൾ വരച്ചു. ആ പേപ്പർ പഞ്ചസാര ലായനി കൊണ്ട് വരച്ച ആ പേപ്പർ
നമ്മൾ ഈ ഉറുമ്പും കൂടിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. അപ്പോൾ ഈ ഉറുമ്പുകളൊക്കെ ഈ പഞ്ചസാര ലായനി കഴിക്കാനായിട്ട് ഇങ്ങനെ നിരന്ന് വന്നു ആ ലൈനുകളൊക്കെ ഫില്ലായപ്പോൾ ഒരു ചിത്രമായി മാറി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ, ബ്ലാക്ക് ലൈൻ പോലത്തെ ഒരു മുകളിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ചിത്രമായിട്ട് മാറി. അപ്പോൾ അത് എൻ്റെ ചിത്രം തന്നെയാണ് ഞാൻ ഉറുമ്പുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ എന്തിലും നമുക്ക് വേണമെങ്കിൽ ഏത് മീഡിയങ്ങളിൽ വേണമെങ്കിലും നമുക്ക് ചിത്രങ്ങൾ കണ്ടെത്താം. സാധാരണ ഈ നേരത്തെ പറഞ്ഞ പോലെ പേപ്പറിലും അല്ലെങ്കിൽ ക്യാൻവാസിലും കമ്പ്യൂട്ടറിലും മാത്രമല്ല, നമുക്ക് പല മീഡിയങ്ങളിലും നമുക്ക് ഇത്തരം ചിത്രങ്ങൾ ചെയ്യാം. പ്രളയത്തിന്റെ സമയത്ത് ഈ തുണി വെച്ചുകൊണ്ടുള്ള ആ ഒരു ചിത്രം ഉണ്ടല്ലോ, അത് അതെ, അത് എങ്ങനെയാണ് അത് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? സാധാരണ ഞാൻ ഈ ഒരു എന്താ പറയുക, നമ്മളൊരു കലാകാരനായിട്ട് ജനിക്കുമ്പോൾ നമ്മൾ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സാമൂഹ്യപരമായിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടുകൊണ്ട് തന്നെ നമ്മൾ പല ചിത്രങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പോൾ വാക്കുകൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് സംവദിക്കാനാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു കലാകാരൻ അവരുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് സംവദിക്കുന്നത് ചിലപ്പോൾ ചിത്രങ്ങളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ശില്പങ്ങളായിട്ടായിരിക്കാം. അപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളിലും എൻ്റേതായ അഭിപ്രായങ്ങൾ, ഇപ്പോൾ ഒരു കലാകാരൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ളത് ചിലപ്പോൾ ആശംസ പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രതിഷേധിച്ചിട്ടായി, ചിലപ്പോൾ ചിലതിന് പ്രതിഷേധമായിട്ടായിരിക്കും നമ്മളുടെ ഇപ്പോൾ ആദിവാസി മേഖലയിൽ ജീവിച്ചിരുന്ന മധു ഒരിക്കലും ഭക്ഷണം കട്ടുമെന്നും പറഞ്ഞ് ഒരുപാട് പേര് കൂടി തല്ലിക്കൊന്നൊരു കഥ നമുക്കറിയാം. അന്ന് ഒരു മനുഷ്യനോട് ചെയ്ത ആ പ്രവൃത്തിനോടുള്ളൊരു ദേഷ്യം, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ആ ഒരു മനുഷ്യനോട് ചെയ്ത ആ പ്രവൃത്തിയുടെ എന്നോടുള്ള പ്രതിഷേധമായിട്ട് ഒരു കളിമൺ പ്രതിമ ഞാൻ ഒരു 1.5 അടി വലുപ്പത്തിൽ ഒരെണ്ണം ഉണ്ടാക്കിയിരുന്നു. അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ശില്പമായിരുന്നു അത്. കാരണം ഇംഗ്ലീഷ് പത്രങ്ങളിൽ വരെ മുഖചിത്രമായിട്ട് പല പത്രങ്ങളിലൊക്കെ ആയിട്ട് വന്നു, മാസികകളിൽ വന്നു. ആ ചിത്രം ഒരു രൂപമായിട്ട് മാറി, ഒരു പ്രതിഷേധത്തിന്റെ രൂപമായിട്ട് മാറി. അപ്പം അത് അങ്ങനെ ഒരു കലാകാരന് ചിലപ്പോൾ ഒരു ശില്പം നിർമ്മിച്ച് പ്രതിഷേധിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ചിത്രം ഇപ്പോൾ പ്രളയ സമയത്ത് പ്രളയ സ്മാരക ശില്പോരണം ഞാൻ ഉണ്ടാക്കിയിരുന്നു. ആദ്യത്തെ പ്രളയത്തിന് അന്ന് ഒരു 12 അടി ഉയരത്തിലുള്ള ഒരു ശില്പമാണ് ഞാൻ ചെയ്തത്. അന്ന് നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾ വഞ്ചിയും ബോട്ടൊക്കെ ആയിട്ട് വന്ന് പലരെയും രക്ഷിച്ചത് നമുക്കറിയാം. അപ്പം അന്ന് എനിക്ക് തോന്നിയത് അവർക്ക് ഒരു ആദരവ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ശില്പം ചെയ്താലോ എന്നാണ്. അങ്ങനെയാണ് ഞാൻ ഒരു അർദ്ധഭൂമിഗോളമായിട്ടുള്ളൊരു രൂപം ആദ്യം ഉണ്ടാക്കി. വലിയൊരു രൂപം, ഭൂമിയുടെ പകുതി, അതിന് മുകളിലൊരു കേരളത്തിൻ്റെ ഭാഗത്ത് ഒരു തിരമാലകൾക്കുള്ളിൽ ഒരു വഞ്ചിയിൽ കുറേ മത്സ്യത്തൊഴിലാളികൾ കയറി നിന്ന് കേരളത്തെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ശില്പമാണ് ആദ്യം ഉണ്ടാക്കിയത്. ആ കേരളത്തെ ഒരു റോപ്പിൽ പൊക്കി സഹായിക്കാനായിട്ട് ഇന്ത്യൻ സേനയുടെ ഒരു ആ ഹെലികോപ്റ്ററും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തി. അപ്പോൾ അതൊരു 12 അടി ഉയരമുള്ള വലിയൊരു ശില്പമായി മാറി. അത് കേരളത്തിൽ ഒരുപാട് വൈറലായിട്ടുള്ളൊരു ശില്പമായിരുന്നു. ആ ശില്പം കേരള ലളിതകല അക്കാദമി അത് ഏറ്റെടുക്കുകയും അത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വെച്ച് ലേലം ചെയ്യുകയും അതിൽ നിന്നിട്ട് 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അന്ന് സംഭാവന ചെയ്യുകയും ചെയ്തു. അതിനേക്കാൾ ഉപരി എനിക്ക് സന്തോഷം തോന്നിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ശില്പം ഇരിക്കുന്നത് നിയമസഭയ്ക്കുള്ളിലെ മ്യൂസിയത്തിലാണ്. അതവിടെ എത്തുമെന്ന് കരുതിയിട്ടല്ല ഞാൻ ചെയ്തത്. പക്ഷെ നമ്മുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത നമുക്ക് ചെയ്യണമെന്ന് തോന്നി ചെയ്തു. അതിനുശേഷമാണ് 2ാമത്തെ പ്രളയത്തിനാണ് നേരത്തെ ഈ പറഞ്ഞ തുണി കൊണ്ട് ഒരു ചിത്രം, നൗഷാദ് ഖായുടെ ഒരു ചിത്രം ഞാൻ ചെയ്തത്. അന്ന് ഈ വീടിൻ്റെ ഒക്കെ ചുറ്റും തറയ്ക്കൊപ്പം വെള്ളമായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ തറവാട്ടിലേക്ക് കുറച്ചും കൂടി ഉയരമുള്ള സ്ഥലത്തേക്ക് മാറി. ഞാനും ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും തുണിയും പാണ്ടക്കെട്ടൊക്കെ പറക്കി നിലയിലേക്ക് വെച്ച്. അപ്പോൾ ആ വെക്കുന്ന സമയത്ത് തുണികൾ ഞങ്ങളുടെ വസ്ത്രങ്ങളല്ല, എൻ്റെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ വസ്ത്രങ്ങൾ ഇങ്ങനെ തുണികൾ കെട്ടുകളാക്കി മുകളിലേക്ക് കയറ്റി വെക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഈ വാർത്ത ഞാൻ കേൾക്കുന്നത് നൗഷാദക്ക് ഇങ്ങനെ കുറേ തുണികൾ കൊടുത്ത് പലർക്കും നന്മ ചെയ്തു എന്നുള്ള വാർത്ത വൈറലായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിനൊരു ആദരവ് കൊടുക്കണമെന്ന് തോന്നി. എൻ്റെ വീടിൻ്റെ തന്നെ നടലപ്പുരയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഞാൻ ഈ വസ്ത്രങ്ങളുടെ പല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ വെച്ചിട്ട് ഞാനൊരു നൗഷാദ് ഖായുടെ ഒരു ചിത്രം തീർത്തു. അങ്ങനെയാണ് ആ ചിത്രം ഉണ്ടാകുന്നത്. അതൊരുപാട് എന്താ പറയുക, ഒരുപാട് പേരിലേക്ക് എത്തിയൊരു സംഭവമാണ്. അതുപോലെ കൊറോണ വന്ന സമയത്തും നമ്മൾ വെറുതെ ഇരുന്നിട്ടില്ല. കാരണം നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീടുകളിൽ അടച്ചിരിക്കുന്ന സമയത്ത് ഞാൻ കേരള കാർട്ടൂൺ അക്കാദമിയുടെ ജോയിൻറ്റ് സെക്രട്ടറിയും മെമ്പറൊക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പം അന്ന് കേരള കാർട്ടൂൺ അക്കാദമി ഒരു പ്രോഗ്രാമായിട്ട് അന്ന് പുറത്തിറങ്ങി, ഈ കാർട്ടൂൺ മതിൽ എന്ന് പറഞ്ഞിട്ടൊരു എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലെ മതിലുകളിൽ
കൊറോണയുടെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ലളിതമായ ഹാസ്യം പറയുന്ന കുറേ ചിത്രങ്ങൾ, കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ചിരുന്നു. അപ്പം അന്ന് എനിക്ക് ആ ചിത്രങ്ങൾ വരയ്ക്കാൻ ഈ പോകുന്നവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് എനിക്ക് പോകാനും സാധിച്ചു. എല്ലാ ജില്ലകളിലും എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്താണ് പറയുന്നത്, അത്ര ലോക്ക്ഡൗൺ സമയത്താണ് ഈ ചെയ്യുന്നത്. അപ്പം അതുപോലെ അതിനുശേഷം കുറേ ശില്പങ്ങളും കൊറോണയുമായി ബന്ധപ്പെട്ട ശില്പങ്ങളും ചിത്രങ്ങളും വരച്ചിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ഒരു കലാകാരൻ എപ്പോഴും നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കാതെ സമൂഹവുമായിട്ട് നമ്മൾ ഇടപെടുമ്പോഴാണ് നമുക്ക് ഒരു കലാകാരനായിട്ട് മാറാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ ആവണം ഓരോ കലാകാരന്മാരെന്നാണ് ഞാനും പറയുന്നത്. നമ്മൾ ചിത്രങ്ങളും ശില്പങ്ങളും ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടിയും കൂടി ഇടപെടാനുള്ള ചിത്രങ്ങളും കൂടി ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതിലൊന്നാണ് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ ഞാൻ ചെയ്തിട്ടുള്ള ലഹരിക്കെതിരെ ചെയ്തിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ. ഒരു ബോധവൽക്കരണ ശില്പം തന്നെയാണത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ലഹരി മാഫിയകൾക്ക് അടിമയാവുകയാണ്. അപ്പോൾ ആ ലഹരി മാഫിയകൾ നമ്മളെ കുട്ടികളെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ ആക്രമണമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ശില്പത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലഹരി ഭീകരൻ്റെ ശില്പം എന്ന് പറയുന്നത് വണ്ടികളുടെ പലചക്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഒരു നീരാളിയെ പോലെ ആണ് അതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ആ നീരാളി മുഖം ഒരു അസ്ഥികൂടത്തിൻ്റെ മുഖമാണ്. ഒരു സ്കൂൾ കുട്ടിയെ ആക്രമിക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പോലീസിൻ്റെ 2 കൈകൾ, കേരള പോലീസിലെ തൃശ്ശൂർ സിറ്റി പോലീസാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കൈകൾ ഇങ്ങനെ നിവർത്തി പിടിച്ചപ്പോൾ അവരെ കുട്ടീനെ സംരക്ഷിക്കാൻ വേണ്ടി 2 കൈകളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ നെക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു ശില്പമാണെന്ന് ഒരു അഭിമാനത്തോടുകൂടി അല്ലെങ്കിൽ ഇതോടുകൂടി എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അതൊരു നാടിൻ്റെ അവസ്ഥയാണ്. ആ അവസ്ഥയെ നമ്മൾ ഒരു രൂപമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ആരെങ്കിലും അത് കണ്ടിട്ട് നന്നാവുകയാണെങ്കിൽ നാളത്തെ തലമുറയെങ്കിലും ലഹരിയിൽ നിന്ന് മോചിതനാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.